നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിപ്പോയി ബാലിനും ഗോമതിയൊക്കെ. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഓരോന്ന് ചോദിക്കാനായിട്ട് തുടങ്ങി, അനുവെന്തിയെന്നൊക്കെ. ആ സമയത്ത് അവരുടെ മുന്നിൽ എന്ത് മറുപടി പറയണമെന്ന് ബാലിന് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടെ വന്നിരുന്നൊരു ചേച്ചി പറഞ്ഞു, അല്ല അനുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയ ആര്യാന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, ഇല്ലാന്ന് പറഞ്ഞു. ആ, വിവരം കിട്ടിയില്ലല്ലേ? അല്ല, അലോകമായിട്ട് എന്തോ അടുപ്പമാണെന്നൊക്കെ അറിയുന്ന കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ബാലന് നല്ല ദേഷ്യമായി. ആ സമയത്ത് ബാലൻ ചോദിച്ചു, നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടു. ആ സമയം ആര്യം പറഞ്ഞു, അതെ കേട്ടോ, നിങ്ങളങ്ങനെ വിശ്വസിക്കാൻ നിൽക്കണ്ട. ഞങ്ങളുടെ പെങ്ങൾക്ക് അങ്ങനെ ഒരു അടുപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ സമയത്ത് അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അലോക് പറഞ്ഞു, അങ്ങനെ എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് നീ വിചാരിച്ചോ? ഒരിക്കലും ഇല്ലടി, അങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സമയം തേമംഗലത്തേക്ക് ധർമ്മനും ആകാശം കൂടെ വരുവാണ്. ധർമ്മം വന്നിട്ട് ബാലിനോട് പറഞ്ഞു, അളിയ ഒരു പ്രശ്നമുണ്ട്, ജീവനും വീട്ടുകാരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. വരുന്നുണ്ടെന്നോ? എന്തൊക്കെയാണ് പറയണേന്ന് ചോദിച്ചു. അതെ, വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോമതി പറഞ്ഞു, എടാ നിന്നോട് പറഞ്ഞല്ലായിരുന്നോ അവരെ ഏത് വിധനെ അവിടെ പിടിച്ചു നിർത്തണമെന്ന്? മാക്സിമം ശ്രമിച്ച ചേച്ചി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? രാഹുകാലം കഴിയുന്നോടം വരെ ഓരോന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ചിരുത്തി. ബ്യൂട്ടി പാർലർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ രാഹുകാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവര് പെണ്ണെന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ശല്യം തുടങ്ങി. പിന്നെ അവരാണ്ട് ഇങ്ങോട്ടേക്ക് വരുവാന്ന് പറഞ്ഞു. എനിക്ക് എത്ര സമയം അവരെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എല്ലാവർക്കും ആകെപ്പാടെ വല്ലാത്ത ടെൻഷനായിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവര് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ എന്ത് ഉത്തരം പറയും എന്നറിയത്തില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ജീവന്റെയും കൂട്ടരുടെയും കാർ അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവർക്കും വല്ലാത്തൊരു വെപ്രാളോ ടെൻഷനൊക്കെ ആയി. ഈ സമയത്ത് അലോകിന്റെ ഫോണിലേക്ക് കോളേജ് ചെല്ലുവാണ്. അപ്പോഴേക്കും അനുവിനോട് പറഞ്ഞു, എടി ഇപ്പൊ ജീവനും കൂട്ടുകാരൊക്കെ അവിടെ എത്തിക്കാണും. അവരെ എത്തിയിട്ടുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് ഞാൻ ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ജീവനും കൂട്ടുകാരും ആണ്ടെ ദയമംഗലത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി ശരി, നീ അവിടെ തന്നെ കാണണം, പറഞ്ഞു നിൽക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ നീ അപ്ഡേറ്റഡ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് അനുവിനോട് പറഞ്ഞു, എടീ നിന്നെ കാണാത്തോണ്ട് ജീവനും ജീവന്റെ ബന്ധുക്കളും കൂടെ ദേവമംഗലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയാണ് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കൊഴിപ്പിക്കാൻ പോകുന്നത്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അനുവിന് പേടിയായിപ്പോയി. അനു ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലിലാണ്. അനുവിന് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറത്തെ കാര്യങ്ങളായിരുന്നത്. ഇങ്ങനെ അലോക് ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ ഇവന്റെ ഉദ്ദേശം എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല ഉദ്ദേശമല്ലെന്ന് മനസ്സിലായി. ആ സമയത്ത് ദേവമംഗലത്തേക്ക് ജീവന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് വന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ബാലിനും ഗോമതിയൊക്കെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജീവൻ വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛാ എന്തിയെ, അനു എന്തിയെ? ഇതുവരെയായിട്ട് അവർ എത്തിയിട്ടില്ലോന്ന് പറഞ്ഞു. അനു അത് ആ സമയത്ത് ചെക്കന്റെ അമ്മ പറഞ്ഞു, എന്താ ബാലേട്ടാ ഇതുവരെയായിട്ട് നിങ്ങൾ എന്താ അങ്ങോട്ടേക്ക് വരാത്തെ? വിളിച്ചിട്ടാണ് കോളും എടുക്കുന്നില്ല. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് മടുത്തു. രാഹുകാലം കഴിയുന്നോടം വരെ നോക്കി, കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. എന്തി പെണ്ണെന്തിയെ? പെണ്ണിനെ വിളിക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം ബാലിനെ നോക്കി എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ആ സമയം ഗോമതി പറഞ്ഞു, അത് പിന്നെ അനു അനുവിനെ കൂട്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. അല്ല, വരും വരൂന്ന് പറയുന്നല്ലാതെ വന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. പെണ്ണിനെ വിളിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് ധർമ്മം പറഞ്ഞു, അത് പിന്നെ പെണ്ണ് ബ്യൂട്ടി പാർലറാന്ന് പറഞ്ഞു. ബ്യൂട്ടി പാർലറോ? അപ്പൊ ഇതുവരെയായിട്ട് ഇങ്ങോട്ട് വന്നില്ലേന്ന് ചോദിച്ചു. കോമതി പറഞ്ഞു, അതെ നിങ്ങളൊരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് പൊയ്ക്കോ, അനുവിനെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറഞ്ഞു. ഇതാപ്പം നന്നായത്. ധർമ്മൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ബ്യൂട്ടി പാർലറിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരും, കാരണന്മാരുടെയൊക്കെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണേന്ന്. ഇപ്പോഴാണ് ഗോമതി പറയണു പാർലറിൽ നേരെ അങ്ങോട്ടേക്ക് പോകുന്നു. ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എന്താ ഏതാ കാര്യം ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ ആന്റി, പാർലറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും, അനുഗ്രഹം മേടിക്കണം എന്നൊക്കെ കരുതിയിരുന്ന. പക്ഷെ അനു ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് റെഡി ആയിട്ട് നേരെ അങ്ങോട്ട് പോവും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല അവർക്ക്. ആ സമയത്ത് ചെക്കൻ്റെ ജീവന്റെ അമ്മാവൻ പറഞ്ഞു, അതെ എൻ്റെ പേര് സുധാകരൻ, ഞാനിവന്റെ അമ്മാവനാ. ഇവിടെ എന്തോ ഒരു പന്തിയോടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ ആയിട്ടും പെണ്ണിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരവും കിട്ടില്ല. പെണ്ണ് പാർലറാന്നൊക്കെ പറയുന്നു. പെണ്ണ് പാർലറുണ്ടോ? ഒരു കാര്യം ചെയ്യാം, എങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. ജീവന്റെ അമ്മ ജലജ പറഞ്ഞു, ശരിയാ, ഇനിയിപ്പൊ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാം, പെണ്ണിന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞു. പെട്ടുപോയി. എന്ത് മറുപടി പറയാനാ അതിന്?
അല്ല ഏത് പാർലറാ പെണ്ണ്? അങ്ങനെയാണെങ്കിൽ ആ പാർലറിലേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് പിന്നെ എന്താ പാർലറിന് പേരില്ലേന്ന് ചോദിച്ചു. അത് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പേരില്ലാത്ത പാർലറോ? നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ മറയ്ക്കാൻ ശ്രമിക്കുന്നത്? എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, വന്നപ്പോൾ മുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാന്ന് പറഞ്ഞു. ഈ സമയത്ത് അവരുടെ വീട്ടിൽ വരയ്ക്ക് വന്ന ഒരു പുള്ളിക്കാരത്തി പറഞ്ഞു, അതെ ഇനി എന്തിനാ ബാലേട്ട മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്, ഉള്ള സത്യം അങ്ങോട്ട് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ജലജ ചോദിച്ചു, സത്യമോ? എന്ത് സത്യം? എന്ത് സത്യമാ എന്ന് ചോദിച്ചു. അതെ, അനുവിനെ രാവിലെ മുതൽ കാണാതിരുന്നുള്ള കാര്യം കൂടെ പറയാൻ പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി വന്നവര്. അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു കാര്യം. അതുപോലെ തന്നെ ജീവനാഥന്റെ ബാലനോട് പറഞ്ഞായിരുന്നു, എന്താ അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്ത, എന്തുണ്ടെങ്കിലും തുറന്നു പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാലൻ എങ്ങനെ ആ കാര്യം പറയുമെന്ന് ഓർത്തിട്ട് ബാലൻ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു നിന്നതും. ഈ സമയത്ത് അനുശ്രീയെ കൊണ്ടാക്കിയിരുന്ന ആ വീട്ടിൽ നിന്ന് വലിച്ചഴിച്ച അലോക് കാരണത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് നീ കയറാൻ പറഞ്ഞു. ഇനിയാണ് ഞാൻ പ്രതികാരം ചെയ്യാൻ പോകുന്നത്. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, വേണ്ട അലോകെ വേണ്ടാന്ന് പറഞ്ഞു. കയറുടെ മര്യാദയ്ക്ക് പറയുന്ന അനുസരിക്ക്. ഇപ്പൊ ജീവനും കൂട്ടുകാരും എല്ലാരും കൂടെ അവിടെ എത്തിയിട്ടുണ്ട്, നിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ വൻ സീൻ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിന്റെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാനായിട്ട് പോവുക. പിന്നെയാണ് ഈ അലോകിന്റെ കളി എന്നൊക്കെ പറഞ്ഞിട്ട് അനുശ്രീയെ ബലമായിട്ട് കാരണത്തേക്ക് തള്ളിക്കയറ്റിയിട്ട് അലോക് കാർ എടുത്തു. എന്നിട്ട് പറഞ്ഞു, എടി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ എന്താ പറയാൻ പോണെന്നറിയോ? എന്നെ കാണാനായിട്ട് നീ വന്നാന്ന്, ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെന്ന്. ഞാൻ മാക്സിമം നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ നീ അതൊന്നും ചെയ്തില്ല. കാരണം നമ്മൾ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇന്നലെ രാത്രിയില് നിന്റെ കല്യാണം ആ വീട്ടുകാരൊക്കെ എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നാ. ഒരു രാത്രി മൊത്തം നമ്മൾ ഒരുമിച്ചായിരുന്നു. ഒക്കെ ഞാൻ അങ്ങോട്ട് പറയും. നിന്റെ വീട്ടുകാരത് വിശ്വസിക്കൂടി. വീട്ടുകാർ മാത്രമല്ല, ജീവന്റെ വീട്ടുകാരും അത് വിശ്വസിക്കും. നിന്റെ കല്യാണം മുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇനി നിന്നെ ആരെങ്കിലും കെട്ടാൻ വരുവോടി? ഒരു രാത്രിയില് ഒരുത്തനോടൊപ്പം താമസിച്ചോളല്ലേ നീ. അപ്പൊ പിന്നെ ആരെങ്കിലും കെട്ടാൻ വരുമോ? ആരും കെട്ടാൻ പറ്റില്ല. നീ വീട്ടിലൊരു കെട്ടാച്ചരക്കായിട്ട് ഇരിക്കാനായിട്ട് പോകുന്നുള്ളൂ. അത് മാത്രമാണോ? ഞാൻ നല്ല കോടീശ്വരിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. ആ സമയത്ത് നീ മൂത്ത് നരച്ച് വീട്ടിൽ നിൽക്കും. നിനക്കൊരാലോചന പോലും വരത്തില്ല. അതാണ് ശരിക്കും നടക്കാൻ പോകുന്നത്. നീ കണ്ടു, നിന്റെ വീട്ടുകാട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രതികാരമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ലോകിരുന്ന് ആക്രോശിക്കണം. ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു അനുവിന്റെ ഉള്ളില്. അനു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനു കൊണ്ടുവന്ന താലിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നല്ലോ, എന്നിട്ടാണല്ലോ താൻ ഇവിടെ പ്രണയിച്ചേ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും ഇവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അനു അവിടെ ഇരുന്ന് കരയുവാണ്. ഈ സമയത്ത് ജീവന്റെ അമ്മ ബാലിന്റെയും ഗോമതിയുടെയും ഒക്കെ നേർക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? കല്യാണ പെണ്ണ് രാവിലെ മുതൽ കാണുന്നില്ലെന്ന്. ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? നിങ്ങൾ എന്താ അതിനോടൊന്നും പറയാത്തെ? അല്ല എന്താ ബാലേട്ടാ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ബാലിന് എന്ത് മറുപടി പറയണം നടത്തില്ല. അപ്പോഴേക്കും ജീവന്റെ അച്ഛൻ പറഞ്ഞു, എന്താ ബാലേട്ടാ, നിങ്ങൾ എന്താന്നും പറയാത്തെ? കാര്യം പറ, എന്തേ കല്യാണ പെണ്ണ് എന്തിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് പിന്നെ അവളെ രാവിലെ മുതൽ കാണാനില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ കോള് പോലും ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചെക്കന്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ കൊള്ളാലോ, നിങ്ങൾ എന്നിട്ട് ആ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ നിൽക്കുമായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു കുറ്റപ്പെടുത്തുവാണ്. ബാലൻ പറഞ്ഞു, ഞങ്ങൾക്ക് അവളെ കുറിച്ചൊരു വിവരവും ഇല്ല. അവൾ എവിടെ എന്താണെന്നും അറിയത്തില്ല. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, പക്ഷെ അവളെ കുറിച്ചൊരു വിവരവും കിട്ടിയില്ല എന്ന് പറഞ്ഞു. കൊള്ളാം, എന്നിട്ട് നിങ്ങളെല്ലാരും ഇവിടെ വീട്ടിൽ കയറി ഇരിക്കുമായിരുന്നല്ലേ? നിങ്ങൾ കോൾ എടുത്ത് കാര്യം പറഞ്ഞാൽ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അലോക് അങ്ങോട്ടേക്ക് വരുന്നത്. അലോക് കാറിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന സമയത്ത് ആകാശം ആഞ്ഞൊക്കെ ഇത് കണ്ടു. പെട്ടെന്ന് ആകാശം കൂടി പാഞ്ഞു ചെന്നു. ആകാശം എന്നിട്ട് അവനെ ഇങ്ങോട്ട് പിടിച്ചിറക്കിയിട്ട് അവന്റെ കാരണം തീർത്ത് നാളെണ്ണം പൊട്ടിക്കുകയാണ്. ആനന്ദം ചെന്നിട്ട് അവനെ തല്ലിച്ചതയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടെ സത്യം പറയടാ, ഞങ്ങളുടെ അനു എവിടെ എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് കൃഷ്ണമംഗലത്തുനിന്ന് അച്യുതനും അനന്തനും അവരൊക്കെ ഇറങ്ങി പുറത്തേക്ക് വരുവാണ്. അവരും ഇവിടേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അച്യുതൻ പറഞ്ഞു, എന്തിനാ അവനെ പിടിച്ച് തല്ലുന്ന എന്തിനാന്ന് ചോദിച്ചിട്ട് അവരെ മാറ്റിയിടാൻ ശ്രമിക്കുകയാണ്. ഇവനെ ഞങ്ങൾ തല്ലിക്കൊല്ലും, സത്യം പറയടാ എന്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. അച്യുതൻ പറഞ്ഞു, നിങ്ങളുടെ പെങ്ങളെ കാണാനില്ലാഞ്ഞിട്ട് എന്റെ മോനെ പിടിച്ച് തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല, അതിന് എന്റെ മോനെ എന്ത് തെറ്റിയതു എന്നും പറഞ്ഞുകൊണ്ട് അച്യുതനും വിട്ടുകൊടുക്കാൻ കൂട്ടാക്കിയില്ല. ആ സമയത്ത് ഗോമതിയും ബാലനും കൂടെ അങ്ങടേക്ക് വരികയാണ്. ഗോമതി പറഞ്ഞു, സത്യം പറയടാ അലോകെ, എന്തിയെ എന്റെ അനു എന്തിയെ? സത്യം പറയാൻ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ അലോക് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ഈ സമയം ആരും വിട്ടില്ല. ആരും വന്ന് അവന്റെ കോളറിന് കുത്തിപ്പിടിച്ച് അവനിട്ട് നാളെണ്ണം കൊടുക്കുക. നിന്നെ ഞങ്ങൾ വെറുതെ വിടലടാ, നീ സത്യം പറയണം. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് ഞങ്ങൾ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ അനു എന്തിയെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പത്തിന് അവൻ പറഞ്ഞു, നിങ്ങളുടെ അനുവിനെ കണ്ടിരുന്ന് പറയാൻ എനിക്ക് പറ്റില്ല.
എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. പിന്നെ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുക. അവർക്കൊന്നും മനസ്സിലായില്ല. ആ സമയം അലോക് പറഞ്ഞു, നിങ്ങൾ അവൾക്ക് വേണ്ടി കല്യാണം തീരുമാനിച്ചു. അലോക് വലിയൊരു നാടകം കളിക്കുകയാണ്. പക്ഷെ അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞില്ല. അവൾക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണോ നിങ്ങൾ ഈ വിവാഹം നടത്താൻ ഒരുങ്ങിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചെക്കന്റെ അമ്മ ജലജ പറഞ്ഞു, ഓഹോ, അപ്പൊ ഇതൊന്നും ഇല്ലാതെയാണോ ബാലേട്ട നിങ്ങൾ അവളുടെ വിവാഹം നടത്താൻ ഒരുങ്ങിയത്? അനു ഈ വിവാഹത്തിന് ഇഷ്ടമില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ജീവൻ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നിൽക്കുക. ബാലൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, അനുവിന് ഈ വിവാഹത്തിന് താല്പര്യമായിരുന്നു പറഞ്ഞു. അലോക് പറഞ്ഞു, പച്ചക്കള്ളം, അവൾക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ലായിരുന്നു. അവൾ ഇന്നലെ രാത്രിയിൽ എന്റെ അരിയിലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, എന്നെ എങ്ങനെയും കൊണ്ടുപോകാൻ ലോകം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിന്റെ കല്യാണം ഉറപ്പിച്ചതാണ്, പിന്നെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ. പക്ഷെ അതൊന്നും അവള് കേട്ടില്ല. എനിക്ക് അലോകില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ ചത്ത് കളയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അത് കേട്ടപ്പോ ഗോമതിക്ക് ഭ്രാന്തളകിപ്പോയി. ഗോമതി പെട്ടെന്ന് അങ്ങോട്ട് വന്നു. അലോകിന്റെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കുകയാണ്. എന്താടാ പറഞ്ഞേ? എന്റെ മോളെ അങ്ങനെയല്ലടാ ഞാൻ വളർത്തിയത്. നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അവള് ചത്ത് കളയുമെന്ന് പറഞ്ഞെന്നോ? ഈ ജന്മത്തിൽ അത് ഉണ്ടാകത്തില്ലടാ. ഒരു കള്ളക്കഥ പറഞ്ഞുകൊണ്ട് വന്ന് എന്റെ മോളുടെ കല്യാണം മുടക്കാന്ന് നീ വിചാരിച്ചോ? ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാടാന്ന് പറഞ്ഞു. എന്റെ മോൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാം. സത്യം പറഞ്ഞു, എന്റെ മോൾക്ക് എന്താ സംഭവിച്ചേ? എന്റെ മോളെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ നിന്നെ ശരിയാക്കൂന്ന് പറഞ്ഞു. ഈ സമയം ജീവന്റെ അമ്മ പറഞ്ഞു, എന്തിനാ ഇനിയിപ്പോ അവളെ? അവൾ ഇങ്ങോട്ട് വന്നാലും ഈ കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? പല്ലവന്റെയും കൂടെ ഒരു രാത്രി പോയി കഴിഞ്ഞ പെണ്ണ് ഞങ്ങൾക്ക് വേണ്ടാന്നൊക്കെ ജീവന്റെ അമ്മ പറയുമ്പോഴത്തേനും ജീവൻ ആകെപ്പാട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അതുപോലെ തന്നെയായിരുന്നു മറ്റുള്ളവരുടെ അവസ്ഥ. അപ്പൊ ഇനി നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്ന. കാരണം ജീവനോട് നേരത്തെ അതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അലോകിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ. ഇനിയിപ്പോ അലോക് പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ദേവങ്കാലം വിശ്വസിക്കോ അതോ ഇപ്പൊ അനുസരി ഇറങ്ങി കഴിയുമ്പോഴത്തേനും അനുസരി സത്യങ്ങളൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കുമോ എന്ന് അറിയത്തില്ല. അലോകിന്റെ പ്ലാൻ വേറെയായിരുന്നു, അവളുടെ കല്യാണം മുടക്കുക, എന്നിട്ട് അവന് വേറെ കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കാന്നുള്ളതാണ്. എന്താണെങ്കിലും അനു വന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇനിയിപ്പം ജീവന് ചിലപ്പം പല മാറ്റങ്ങളും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ജീവന്റെ വീട്ടുകാർ സമ്മതിക്കാൻ വഴിയില്ല. എന്ന് പറഞ്ഞാലും ജീവനോട് നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചിലപ്പം എന്തേലും മാറ്റം ഉണ്ടാകാൻ വഴിയുണ്ട്. അനുവിന്റെ കഴുത്തിൽ താലി ചേർത്താൻ വഴിയുണ്ട്. പക്ഷേങ്കിൽ അല്ലാത്ത പക്ഷമാണെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന ആരിനോ ആനന്ദോ ആരൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിയുമ്പോഴത്തേനും അലോകിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊറയും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.